ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ ഏൽപ്പിക്കുന്ന ജോലി അതിൻ്റെതായ മാന്യതയോടെ ഞാൻ ചെയ്തു തീർത്തിരിക്കും. ഏൽപ്പിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല ഇത്. ഒരു പൂ നുള്ളുന്ന ലാഘവത്തോടെ ഞാനത് ചെയ്യുകയും ചെയ്യും. ശാലിനി വിഷ്ണുവിന്റെ സർവീസ് ബുക്കിൽ ചുവന്ന മഷി കൊണ്ടുള്ള പോറൽ വീണാലും വേണ്ടില്ല. ഒരുങ്ങി ഇറങ്ങും ഞാൻ. സംരക്ഷിക്കാനുള്ള കൈക്ക് സംഹരിക്കാനുള്ള ശേഷി കൂടി ഉണ്ടെന്ന് രണ്ടുപേരും ഒന്ന് ഓർത്താ നല്ലത്. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ചിറ്റപ്പ അവള് ഓട്ടടി ഏതറ്റം വരെ പോകുന്നു നമുക്ക് നോക്കാം. ഹലോ, നമ്മളെ ഒന്നും അറിയിക്കാതെ ഇപ്പൊ ഒറ്റയ്ക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലേ? ആള് കൂടിയ പാമ്പ് ചാവില്ല എന്നൊരു ചൊല്ലുണ്ട്. ഒറ്റപ്പെട്ട് നിന്നാൽ ശത്രുവിന് ജയം എന്നൊരു ചൊല്ലും നിലവിലുണ്ട്. പെരുവിരൽ കുത്തി നിൽക്കാൻ അറിയാവുന്നവന് തിരമാലകൾ വരുമ്പോ അതിന്റെ ശക്തി നോക്കേണ്ട കാര്യമില്ലല്ലോ. ഓ പുല്ലെന്ന് പറയും ഈ ഉപേന്ദ്രൻ. അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ ആത്മവിശ്വാസം കൈവിടാത്തത് നല്ലതാ. പക്ഷെ ഒന്ന് പറയട്ടെ, നാട് മുഴുവൻ നിങ്ങളെ അവർ അരിച്ചു പെറുക്കുക. അവരുടെ കൈപ്പെടാതെ മുന്നോട്ട് പോവാൻ നന്നായിട്ട് മുട്ടിപ്പെട്ടൊന്ന് പ്രാർത്ഥിച്ചു. എന്റെ നിഴൽ പോലും അവരെ ഭയപ്പെടുത്തുന്നു വേണം അപ്പോൾ കരുതാൻ. ഞാനതൊരു ബഹുമതിയായിട്ട് എടുക്കുന്നു. നിങ്ങളുടെ നിഴലിനെ പോലും നിങ്ങൾ ഭയക്കേണ്ടിയിരിക്കുന്നു. അതാണ് സത്യം. കാരണം ശത്രുപക്ഷത്ത് നിങ്ങൾക്കെതിരെ പട നയിക്കുന്നത് സാക്ഷാൽ വിഷ്ണുവാണ്. തള്ളവിരൽ അമർത്തി രഥം താഴ്ത്തി അർജുനനെ രക്ഷിച്ച കൃഷ്ണൻ വിഷ്ണുവിന്റെ അവതാരങ്ങളിൽ ഒന്നു മാത്രമാണ്. പേടിക്കണം. രോഹിത്തിന്റെ രക്ഷയ്ക്കായി വിഷ്ണു പല കളികളും കളിക്കും. ജയിച്ചു വരാൻ ഉപേന്ദ്ര മുതലാളിക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും. ഇതുവരെ കളിച്ച കളിയിലെല്ലാം ഉപേന്ദ്രൻ ജയിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇവന്റെ കാര്യത്തിൽ പറ്റിയ പാളിച്ചയിൽ എനിക്ക് വന്ന നഷ്ടത്തിന് അവൻ എനിക്ക് മറുപടി തന്നേ പറ്റൂ. അതവന്റെ രക്തം കൊണ്ട് മാത്രമേ വീട്ടാനാവൂന്നുണ്ടെങ്കിൽ അതങ്ങ് എടുക്കുക, അല്ലാതെ എന്റെ മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എന്തായാലും ഞാനും എന്റെ ചിറ്റപ്പനും നിങ്ങൾക്ക് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. പിന്നെ ശത്രുക്കളുടെ പരാജയം വരുമ്പോ ഒന്നിച്ച് സന്തോഷം പങ്കിടുന്ന പതിവ് ചടങ്ങ് നമ്മുടെ ഇടയിലുണ്ട്. രോഹിത്തിന്റെ നെഞ്ചിൽ തുളച്ചു കയറുന്ന ഉപേന്ദ്ര മുതലാളിയുടെ ബുള്ളറ്റും സ്വപ്നം കണ്ടോണ്ട് ഞങ്ങൾ കാത്തിരിക്കാം. ഞങ്ങളെ നിരാശരാക്കില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്യം കാണാതെ ഉപേന്ദ്രനൊരു മടക്കമില്ല. അതിപ്പോ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം പോലാ. അറുത്തിട്ടേ തിരിച്ചു വരൂ. ഞങ്ങളുടെ വിജയാശംസകൾ. ചിലപ്പോ ഈ ആവേശത്തിൽ ഉപേന്ദ്രൻ തീരും. ഇല്ലെങ്കിൽ ഉപേന്ദ്രനെ വിഷ്ണു തീർക്കും. രണ്ടായാലും നമുക്ക് ഗുണാ. ഉപേന്ദ്രൻ എന്നേക്കുമായി ഒഴിയുകയും ചെയ്യും, വിഷ്ണു അകത്താവുകയും ചെയ്യും. അയാളൊരു മണ്ടനാടി, ഒരു എടുത്തിയാട്ടക്കാരൻ. ബുദ്ധിയോടെ ഒരു വക ചെയ്യില്ല. പിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കിയാലോ നമ്മൾ മണ്ടന്മാരാവുകയും ചെയ്യും. ചെന്ന് കയറി കൊടുക്കട്ടെ, അല്ലാതെ എന്തോ പറയാന്. ചിറ്റപ്പൻ ആ കേസങ്ങ് വിട്ടേക്ക്.
നമുക്കിവിടെ സൈലന്റ് ആയിട്ടൊരു നാട്ടം കാണാം, ഒപ്പം നല്ലൊരു റീത്തും. രണ്ടിലൊരാൾക്കത് ഉപകരിക്കുമല്ലോ. കീചകനെങ്കിൽ കീചകൻ, ഭീമനെങ്കിൽ ഭീമൻ. നമ്മൾ നമ്മുടെ കടമ നിർവഹിക്കും. ഏത്? അത്ര തന്നെ. അവള് ചുമ്മാ ചൊറിയാൻ വിളിച്ചതാ. ഉപേന്ദ്രനെ ശരിക്കും ആർക്കും അറിയില്ല. യഥാർത്ഥ മുഖം ഇപ്പോ ഇന്നു മുതൽ കണ്ടു തുടങ്ങും എല്ലാവരും. ഐസക് പറഞ്ഞ ഡേവിഡ് മാർട്ടിൻ. യെസ്. ഹായ്. ആരെയാണ് ഞാൻ തീർക്കേണ്ടത്? ഡേവിഡ്, എനിക്ക് പണം ഒരു പ്രശ്നമല്ല. എനിക്ക് പണം പ്രശ്നമാണ്. അതെ, അങ്ങനെയുള്ളവരെയാണ് എനിക്ക് വേണ്ടത്. അപ്പോ ജോലിയോട് കൂറ് കൂടും. ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്തു തീർക്കും, ഏത് കൊമ്പത്തെ ആളാണെങ്കിലും. ഐസക് എനിക്ക് ആത്മമിത്രം പോലെയാണ്. എന്നെ സഹായിക്കാനായി ഒരു സിംഹക്കുട്ടിയെ തന്നെ അയക്കാമെന്നാണ് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോ ഐസക് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. ഐസക് മുതലാളിക്ക് വേണ്ടി ഞാൻ ഏറ്റെടുത്ത 3 കാര്യങ്ങളും കൃത്യമായി ചെയ്തു കൊടുത്തതിന് അധികമായി എനിക്ക് പണം തന്നിട്ടുണ്ട്. കൊച്ചിയിലും കോഴിക്കോട്ടുമുള്ള ചില പേരുകൾ ഐസക് പറഞ്ഞെങ്കിലും എനിക്കിഷ്ടപ്പെട്ടത് ഈ പേര് തന്നെയാണ്, ഡേവിഡ് മാർട്ടിൻ. അതിന് കാരണം നീ ജനിച്ച സ്ഥലം തന്നെയാണ്, മുംബൈ. അധോലോകം എന്ന വാക്ക് മലയാളികൾ ഏറ്റുപറഞ്ഞത് പഴയ പേരായ ബോംബെ എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് തന്നെയാണ്. അതിന് കിട്ടുന്ന ഒരു പവറ് അത് വരുന്നവരിലും കാണും. എന്റെ നിഗമനം തെറ്റിയില്ല. നീ എനിക്ക് ഒത്ത തേരാളി തന്നെ. ദാ, ഇവനെയാണ് തീർക്കേണ്ടത്. ഫോട്ടോ ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്. അഡ്വാൻസ് അക്കൗണ്ടിലേക്ക് ഇട്ടേക്ക്. കാര്യം നടന്നു കഴിയുമ്പോ ബാക്കി തുക ഇട്ടേക്കണം. ഫോണിൽ സംസാരമൊന്നും ഉണ്ടാവില്ല. ജോലി കഴിയുമ്പോ ഞാൻ നിങ്ങളെ വന്ന് കാണും. ബാക്കി തുക നേരിട്ട് തന്നാ മതി. ഡേവിഡേ, സൂക്ഷിക്കണം. എന്റെ ഐഡന്റിറ്റി. എന്നെ ഏൽപ്പിക്കുന്ന ജോലി അതിൻ്റെതായ മാന്യതയോടെ ഞാൻ ചെയ്തു തീർത്തിരിക്കും. ഏൽപ്പിക്കുന്നവന് ഒരു ഉപദ്രവവും ഉണ്ടാവില്ല. ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയ പണിയല്ല ഇത്. ഒരു പൂ നുള്ളുന്ന ലാഘവത്തോടെ ഞാനത് ചെയ്യുകയും ചെയ്യും.